തൃശ്ശൂര് കയ്പമംഗലം പഞ്ചായത്തിലെ 14-ാം വാർഡിന്റെ അതിർത്തി, അപ്പുറത്ത് പെരിഞ്ഞലം പഞ്ചായത്ത്. ഇത് ഇവിടെ റോഡ് പടിക്ക് ഈ റോഡിന്റെ സൈഡ് കെട്ടാനായിട്ട് പൊളിച്ചപ്പോ പൊട്ടിയതാണിത്. അവര് 3-4 ദിവസം കഴിഞ്ഞപ്പോ അവര് നന്നാക്കിയിട്ട് പിന്നെ രണ്ടാമതും പൊട്ടി. എന്നിട്ട് വരുന്നില്ല. അപ്പുറമുള്ള വീടുകളിലൊന്നും വെള്ളമില്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും വെള്ളമില്ലാത്തവരിന് അവര് പള്ളിത്താനം ഇവിടെ 1/2 കിലോമീറ്റർ പോയിട്ട് പള്ളിത്താനം മിൽമട കിഴക്കേപ്പുറത്തുനിന്ന് അതേമാതിരി MIC വളവിന്നൊക്കെ വെള്ളം എടുത്തോണ്ട് വരുന്നേ, കുപ്പി നിറച്ചിട്ട് വെള്ളം എടുത്തോണ്ട് വരുന്നേ. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇതൊന്ന് പൂട്ടി കഴിഞ്ഞാൽ ചാലാവൂലേ? ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിക്കേ, നാട്ടുകാരെ ഹുസൈൻ കവറ് ഇവരൊക്കെ ഇത് കാണാണ്. എത്ര ദിവസം ചവിട്ടി കുത്തി പോണെന്നറിയോ വെള്ളം? എത്ര ദിവസമായി അറിയോ വെള്ളം എടുക്കണത്? എത്ര ദിവസമായി ഇവരാമരാട്ടെ വെള്ളം പോണ്? എത്ര ദിവസമായി വെള്ളം പോണ്? ഇതുവരെ നന്നാക്കാണ്ട് ഞാൻ ഇരിക്കൂല. ഓഫീസർമാര് പ്രതിഷേധം കണ്ണൂർ വാട്ടർ അതോറിറ്റി അല്ലേ? നമ്മ വിളിച്ചു പറയുന്നു ഇവര് വരുന്നെന്ന് പറയുന്നു. ഇവരാരും വരുന്നില്ല. വരാൻ വേണ്ടി ഇങ്ങനൊക്കെ ചെയ്താലേ ഇവര് വരുള്ളൂ. ഇതിനാരും ബില്ലടിക്കും. ഇപ്പോൾ എല്ലാവരും ബില്ലടിക്കും. ഇനി ഇത് തീരുമാനമില്ല. ഞാൻ നേരെ എനിക്ക് എന്ത് പോയാലും കുഴപ്പമില്ല. വാട്ടർ അതോറിറ്റി പോയിട്ട് കുളിക്കും ഞാൻ. ഇത് ഇനി കയ്പകത്ത് വല്ല പൈപ്പ് ഓടിയിട്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി പോയിട്ട് കുളിക്കും ഞാൻ. എന്റെ എന്ത് കേസ് എടുത്താലും എനിക്ക് കുഴപ്പമില്ല. പ്രതിഷേധം അധികാരികളെ കണ്ണു തുറക്കൂ. വെള്ളമില്ല കുടിക്കാനായി. പാഴാകുന്നു ശുദ്ധജലം. വെള്ളമില്ല കുടിക്കാനായി. കണ്ണു തുറക്കൂ അധികാരികളെ. ആഴ്ചയേറെ ആയിട്ടും പൈപ്പ് പൊട്ടിപ്പോയിട്ടു ആരുമില്ലേ ഇത് നന്നാക്കാൻ. കണ്ണു തുറക്കൂ അധികാരികളെ. ആരുമില്ലേ ഇത് കാണാൻ. കണ്ണു തുറക്കൂ അധികാരികളെ. പാവപ്പെട്ട കുടിക്കാനായി. വെള്ളമില്ല അധികാരികളെ. പൈപ്പ് പൊട്ടിപ്പോയിട്ടോ കണ്ടില്ലാതെ നടിക്കുന്ന അധികാരികളെ കണ്ണു തുറക്കുന്നു.
വെള്ളമില്ല ഒന്ന് രണ്ട് സമരം ചെയ്യുന്ന എനിക്കല്ല പിള്ളേർക്ക് എല്ലാവർക്കും ലഡു ജിലേബി വാങ്ങിക്കൊടുത്തു സുന്ദര എത്തട്ടെ ചോദിച്ചു ഇയാളോട് പ്രതിഷേധം അവര് വന്നിവിടെ പറയണം വെള്ളം പൊട്ടിപ്പോകുന്നു ആഴ്ച ഒന്നേ ആയില്ലേ ഇവിടെ നന്നാക്കാൻ അത്രേ വാങ്ങാൻ ഞാനേ നേരത്തെ വിളിച്ചിട്ട് മുദ്രാക്കി വിളിക്കിട്ടോ സത്യേട്ടൻ വെള്ളമില്ല കുടിക്കാനായി പൈപ്പ് പൊട്ടിപ്പോകുന്നു കണ്ണു തുറക്കൂ അധികാരികളെ കുടിക്കാനായി വെള്ളമില്ല പൈപ്പ് പൊട്ടിപ്പോകുന്നു കണ്ടില്ലാതെ നടിക്കരുതേ കണ്ണു തുറക്കൂ അധികാരികളെ വെള്ളമില്ല കുടിക്കാനായി കണ്ണു തുറക്കൂ അധികാരികളെ പരിഹരിക്കൂ ഈ പ്രശ്നം ഇവിടെ ഒരാഴ്ചക്ക് മുന്നേ ഈ റോഡ് കയ്പമംഗലം 14-ാം വാർഡില് പെരിഞ്ഞനം അതിർത്തി പങ്കിടുന്ന 3 പിടിക ബീച്ച് റോഡ് MIC റോഡിന് മുന്നിൽ ഒരാഴ്ചക്ക് മുമ്പ് സൈഡിൽ പൈപ്പ് ഇടാനായിട്ട് കുഴിക്കുകയും അതിട്ടതിന് ശേഷം ചെയ്തു. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോ ഈ സാധനം വന്ന് നന്നാക്കുകയും അതിന്റെ അന്നൊക്കെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ആ പൈപ്പ് പൊട്ടി. അത് പൊട്ടിയിട്ട് ഒരാഴ്ചയായി. ഇവിടുത്തെ മെമ്പർ വീഡിയോ സഹിതം അവർക്ക് വിട്ടുകൊടുത്തു. നമ്മളിവിടെ മാറി വിളിക്കുന്നു, ആരും വരുന്നില്ല, ഇത് കാണുന്നില്ല. ഈ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തുള്ള ഈ മീൻ കച്ചവടം ചെയ്യുന്ന ചേച്ചി വരെ വെള്ളം പള്ളിത്താനത്തുള്ള മിൽമയുടെ തൊട്ട് കിഴക്കേ സൈഡിലുള്ള ശുദ്ധജല പൈപ്പിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ട് എടുത്തുകൊണ്ടെന്ന് കുടിക്കേണ്ട അവസ്ഥ ഇതുവരെ കാണുന്നില്ലേ? ഇവര് വീട്ടിലൊരു ദിവസം വെള്ളം മുടങ്ങിയാൽ എന്ത് ചെയ്യും? അധികാരികളെ വീട്ടില് ഇവര് ഒരാഴ്ച അങ്ങാനം ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ അനാസ്ഥ മൂലം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തുക ഈടാക്കും. വെള്ളത്തിന് കരടച്ചില്ലെങ്കിൽ അത് കട്ട് ചെയ്യും. അത് എല്ലാ മേഖലയിലുണ്ട്, സർക്കാരിന്റെ എല്ലാ ഇതിലുണ്ട്, KCB ഇതിലുണ്ട്, ഈ വാട്ടർ അതോറിറ്റിയിലുണ്ട്. എന്തുകൊണ്ട് കാശ് കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കണില്ല? കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കണേ. ഇവരെന്തുകൊണ്ട് ഇത് നന്നാക്കുന്നില്ല? ഇത് നന്നാക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല. അത് വേണ്ടപ്പെട്ടവര് എന്താണ് ഇത് ചെയ്യാൻ പോണെന്ന് പറയാണ്ട് ഞാനിവിടുന്ന് ഇരിക്കൂല. ഇത് ശക്തമായി പ്രതികരിക്കും. ഇത് ഇനിയും നന്നാക്കിയില്ലെങ്കിൽ നാളെ ഞാൻ വാട്ടർ അതോറിറ്റി പോയിട്ട് സമരം ചെയ്യും. ഞാൻ അതിന് വരെ തയ്യാറാണ്. വെള്ളമില്ല കുടിക്കാനായി
കുടിക്കാനായി അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. പൈപ്പ് വെട്ടിപ്പോകുന്നു. കണ്ടില്ലാതെ നടിക്കരുത്, കണ്ടില്ലാതെ നടിക്കരുത്, കണ്ടില്ലാതെ നടിക്കരുത്, കണ്ടില്ലാതെ നടിക്കരുത്. അധികാരികളെ പ്രതിഷേധം 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 പ്രതിഷേധം